ഇന്ന് എന്റെ വീട്ടിലെ കുറച്ച് പച്ചക്കറിത്തോട്ടം കണ്ടാലോ? പച്ചക്കറിത്തോട്ടം കാണിക്കാൻ വന്നതായാലും എന്റെ കണ്ണ് ആദ്യം പോയത് ഈ ചാമ്പ മരത്തിലോട്ടാണ്. ഇനി കുറച്ച് ചാമ്പങ്ങ കഴിച്ചിട്ടാവാം. കുറെ നാളായിട്ടോ ഞാൻ ഈ ചാമ്പങ്ങ കഴിച്ചു. പണ്ട് എന്റെ വീട്ടില് വലിയൊരു ചാമ്പ മരം ഉണ്ട്. ആ ടൈമില് ഈ ചാമ്പങ്ങ എപ്പോഴും ഉപ്പും മുളകും എല്ലാം കൂട്ടി കഴിക്കലായിരുന്നു എന്റെ മീൻ. ആ ചാമ്പങ്ങയുടെ ടേസ്റ്റ് ഒന്നും ഇപ്പത്തെ ചാമ്പങ്ങയ്ക്ക് ഇല്ല. കുറച്ച് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയുണ്ട്, അതുകൊണ്ട് ഇത് പകുതിയും പുഴു വന്നതാ. പക്ഷെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല കേട്ടോ. പുഴു ഉണ്ടോ എന്ന് നോക്കിയാലല്ലേ പ്രശ്നമുള്ളൂ, നോക്കാതെ കഴിച്ച ഒരു പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞുള്ള കഴിക്കലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോ ഇനി പച്ചക്കറിത്തോട്ടം കാണാല്ലേ. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ചെടിയാണ്. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തോളൂ. അപ്പോഴാണ് ഞാൻ ഈ ക്യൂട്ട് കുമ്പളങ്ങ കാണുന്നത്. നല്ല രസമാണ് അത്. ആദ്യമായിട്ടോ എന്റെ വീട്ടിൽ കുമ്പളങ്ങ ഉണ്ടാവും. പിന്നെ ഈ ഫ്ലവർ എന്തിന്റെയാണെന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്തു. പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന പച്ചമുളക്. അങ്ങനെ പോയപ്പോഴാണ് അടുത്ത സാധനം എന്റെ കണ്ടി ഒരു കപ്പളങ്ങപ്പഴം. എനിക്ക് കപ്പളങ്ങപ്പഴം ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ എന്റെ വീട്ടില് എന്റെ ചേച്ചിമാർക്കൊന്നും ഇത് ഇഷ്ടം. അതുകൊണ്ട് ഈ സാധനം എവിടുന്ന് കിട്ടിയാലും കഴിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവും. അതുകൊണ്ട് ഇത് കണ്ടപ്പോ എനിക്കുള്ള ആവേശമൊന്നും വേറെ ആർക്കും ഉണ്ടായിരുന്നില്ല. എന്റെ ഈ പോക്ക് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പൊ തന്നെ അത് പറയും. എന്നാ അങ്ങനെയൊന്നും അല്ലടാ. ഒരു അരമണിക്കൂറോളം ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് നോക്കിട്ടോ അതൊന്നും. അവസാനം എനിക്ക് പറ്റില്ലെന്ന് കണ്ടപ്പോ എന്റെ ചേച്ചി വന്നിട്ടാട്ടോ അത് പറിച്ചു തന്നത്. ഈ കപ്പളങ്ങപ്പഴം ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ നല്ല തണുപ്പോടെ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആടാ അങ്ങനെ. നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ അടുത്ത സാധനം നാരങ്ങ. ഒരുപാട് നാരങ്ങ ഉണ്ടടാ. ശരിക്കും ഈ നാരങ്ങയുടെ കളർ മഞ്ഞയല്ലേ, പക്ഷെ എന്റെ വീട്ടിലെ നാരങ്ങയ്ക്ക് ഞാൻ ഇതുവരെ മഞ്ഞ കളർ കണ്ടിട്ടില്ല. അങ്ങനെ നാരങ്ങ കാണിച്ചു വന്ന് എന്റെ കയ്യിൽ ഒരു മുള്ളു കൊണ്ടുട്ടോ. സംഭവം കൈ മുറിഞ്ഞെങ്കിലും ചോര വരാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടാട്ടോ ഞങ്ങൾ ഈ ഒരു തുള്ളി ചോര വരുത്തി. പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന കറ്റാർ വാഴയും പനിക്കൂർക്കയും ഒക്കെ എന്റെ വീട്ടിലുണ്ട്. ഇതൊക്കെ എന്റെ അമ്മ കഷ്ടപ്പെട്ട് വളർത്തുന്നതാണ്. അമ്മ എന്നെ അടുപ്പിക്കാത്ത ഒരു ഏരിയയിലോട്ട് പോയി വേറെ എവിടെയല്ല, ഈ മാവിൻ ചോട്ടിലോട്ടാണ്. കാരണം ഇപ്പൊ കുറച്ച് മാങ്ങയൊക്കെ ഉണ്ടാവുന്നുണ്ട്. എന്നെ അങ്ങോട്ട് വിട്ടാ മാങ്ങയുടെ എണ്ണം കുറയാമെന്ന് അമ്മയ്ക്ക് നല്ല എടുക്കാനാണെന്നും മാങ്ങയിൽ ഒന്ന് തൊട്ടുപോലും നോക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് മാത്രമാണ് കേട്ടോ അമ്മ ഇങ്ങോട്ട്. എന്തോ ആ മാവിൻ ചോട്ടിൽ അങ്ങനെ ഇരിക്കാൻ ഒരു പ്രത്യേക രസം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പച്ചക്കറിത്തോട്ടം എന്ന് പറഞ്ഞിട്ട് ഇത് പച്ചക്കറി ഒന്നും അല്ലല്ലോ കാണിക്കുന്നത്. അന്ന വഴി മാറിപ്പോയതൊന്നും അല്ല, ഞാൻ ഉദ്ദേശിച്ച പച്ചക്കറിത്തോട്ടം ഇതൊക്കെ തന്നെയാണ്. എനിക്ക് ഈ പച്ചച്ചീരേനേക്കാളും ഇഷ്ടം ചുമന്ന ചീരയാണ്. അതും എന്റെ വീട്ടിൽ ഒരു ടൈമില് ഞാൻ ഇത് കഴിച്ച് മടുത്തു എന്ന് പറയുന്നതാണ് മറ്റൊരു. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് എന്റെ പപ്പ നട്ടുപിടിപ്പിച്ച ഒരു മുരിങ്ങ ചെടിയും കൂടി ഉണ്ട്. ഇതിന് മാത്രമായിട്ട് എനിക്ക് വിടാൻ തോന്നിയില്ലടാ.